എനിക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ ഗെത്സമനിലുള്ള ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് എടുത്ത ആ സബ്ജക്റ്റ് ഒത്തിരി എന്നെ സ്വാധീനിച്ചു. കാരണം ഞാനൊരു ധ്യാന ടീമിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, കോളേജിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. പലരും പ്രാർത്ഥിക്കാനോ ഒക്കെ കടന്നു വരുമ്പോൾ ഞങ്ങൾ പറയും പ്രാർത്ഥിക്കാം, ആ സഹനങ്ങളൊക്കെ വരുമ്പോൾ പറയാം അത് ഈശോ സഹിച്ചതുപോലെ നമ്മൾ സഹിക്കണം. ഗെത്സമനിൽ ഈശോ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ നമ്മൾക്ക് ഉണ്ടാകുന്ന വേദനകൾ ആ വേദനയോട് ചേർത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ സാധാ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് വലിയൊരു ബോധ്യത്തിലേക്ക് കടന്നു. എന്തുകൊണ്ടാണ് ഈശോ കരഞ്ഞത്, എന്തുകൊണ്ടാണ് ഈശോ രക്തമൊഴുക്കിയത് എന്ന ഒരു പുതിയ ബോധ്യം. അതായത് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഈശോ വരാൻ പോകുന്ന ഇന്നലെ നമ്മളതിന് ഷെയർ ചെയ്തു. സാറ് ചോദിച്ച് എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ നമ്മളതിന് ഷെയർ ചെയ്തു. വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ പാപം മൂലമാണ്, പാപം ഏറ്റെടുത്തു. പക്ഷേ ഈശോ സാറിന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പിതാവ് പുത്രൻ്റെ മേൽ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും വെച്ചു കൊടുത്തപ്പോൾ അത് എന്നെ കൂടുതലായിട്ട് സ്പർശിക്കാൻ കാരണം ഇതാണ്. നീതിമാനായിരുന്ന ഈശോയിലേക്ക് ലോകത്തിൻ്റെ പാപങ്ങൾ വെച്ചു കൊടുത്ത് ഈശോ ഒരു വലിയ പാപിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ, അത് നിരപരാധിയായ ഒരു വ്യക്തിയുടെ മുകളിലേക്ക് ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അവനുണ്ടാകുന്ന മാനുഷികമായ ഒരു കൊച്ചു വേദന വെച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ പാപങ്ങളും നീതിമാനായ യേശുവിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഈശോ അനുഭവിച്ച ആ വേദനയുടെ പാരമ്പര്യം കൊണ്ടാണ് ഈശോ രക്തം ഉയർത്തത് എന്ന വലിയൊരു ഉൾക്കാഴ്ച അതെന്നെ ഒത്തിരി അധികം സ്വാധീനിച്ചു. വളരെ അധികം ആഴത്തിലേക്ക് എനിക്കത് കടന്നു പോകാനായിട്ട് ഇടയായി. ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സാറ് പറഞ്ഞ മറ്റൊരു പോയിന്റ്, പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, 2 പ്രാവശ്യം കോഴി പോകുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, ഞാൻ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അതിനോട് കണക്ട് ചെയ്ത് സാറ് മറ്റൊരു കാര്യം പറഞ്ഞു. 3 പ്രാവശ്യം ഈശോ പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം നീ എന്നെ മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കുന്നു. അതായത് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ആ മുറിവുണക്കാൻ വേണ്ടി തന്നോട് ചേർത്ത് നിർത്തിയിട്ട് ഈശോ ചോദിക്കുകയാണ്, നീ എന്നെ മറ്റെല്ലാവരേക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്നു. എന്തൊരു വലിയ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ വലിയ കാരുണ്യത്തിൻ്റെ വലിയൊരു ആഴം അവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളെല്ലാം സ്നേഹിക്കുന്നതിൻ്റെ വലിയ ഒരു പാഠം അവിടെ കാണിച്ചു തരികയായിരുന്നു. ആ ഒരു ബോധ്യം കർത്താവ് സാറിനോട് തന്നു. ഒത്തിരി നന്ദി.